അപ്പൊ നമ്മുടെ പ്രഗ്നൻസി സീരീസിന്റെ നെക്സ്റ്റ് എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4-ാം മാസം, 5-ാം മാസം, 6-ാം മാസം ഒരു അമ്മയ്ക്ക്, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡിക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് ബോഡിയിൽ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ കുഞ്ഞിന്റെ വളർച്ച, ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യും. ഈ ഒരു 3 മാസത്തിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന സ്കാനിങ്, അതുപോലെ തന്നെ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ അമ്മമാര് കഴിക്കേണ്ട ഫുഡുകൾ, എന്തൊക്കെ അടങ്ങിയ ഫുഡുകളാണ് കൂടുതൽ നമ്മൾ കഴിക്കേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രഗ്നൻസി സീരീസിന്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇറ്റ്സ് മീ ജിവി, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി 3 മാസത്തിന്റെ വീഡിയോ, 3 മാസം വരെയുള്ള 3 മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഒരു 3 മന്ത്, 4, 5, 6 മാസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പം ഈ മാസം എന്ന് പറയുന്നത്, നമുക്ക് ആദ്യത്തെ 3 മാസം കുറെ പേർക്ക് ഛർദിൽ കാണും, ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പം 4-ാം മാസം അല്ലെങ്കിൽ 4 തുടങ്ങി കഴിയുമ്പം 4-5 മാസങ്ങളിൽ അല്ലെങ്കിൽ 4-ാം മാസം തുടങ്ങുമ്പോഴേ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഛർദിൽ നിന്നിരിക്കും. അപ്പം വളരെ കുറച്ചു പേർക്ക് ഒരു 4-ാം മാസം വരെയൊക്കെ വീണ്ടും ഛർദിൽ കാണാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല, വളരെ കുറച്ചു പേർക്ക് മാത്രം. എന്നാലും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു മാസങ്ങൾ തുടങ്ങും, 4-ാം മാസം തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഛർദിലൊക്കെ പെയ്യെ നിൽക്കാൻ തുടങ്ങും. പിന്നെ ക്ഷീണവും ഏറെക്കുറെയൊക്കെ കുറയും. അപ്പോൾ നമുക്ക് ഈ മാസത്തില് നമുക്ക് ആദ്യത്തെ ഒരു 3 മാസം നമുക്ക് ഛർദിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഫുഡ് കഴിക്കത്തില്ല, ഛർദിക്കുന്ന പിടിച്ച് ഫുഡ് കഴിക്കത്തില്ല, ഫുഡിന്റെ എമൗണ്ട് ഒക്കെ നമ്മൾ കുറയ്ക്കും. പക്ഷെ നമ്മൾ ഛർദിൽ നിന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാരും എന്ത് ചെയ്യും, ഫുഡ് കഴിച്ചു തുടങ്ങും. അപ്പം ഇനി അങ്ങോട്ടാണ് നമുക്ക്, അതായത് പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡിക്ക്, അതായത് അമ്മയ്ക്ക്, ബോഡിക്ക് വെയിറ്റ് കൂടാൻ പോകുന്നത്. കാരണം നമ്മുടെ ഛർദിലൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ ക്ഷീണമൊക്കെ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് കുറയും. അപ്പൊ നമ്മൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുക. അപ്പം നമ്മുടെ വയറിൽ, അതായത് ഈ ഒരു 3 മാസം നമുക്ക് നമ്മുടെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ലേഡിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ ബോഡിയിൽ നല്ല ചേഞ്ചസ് അനുഭവപ്പെടും. കാരണം അവർ പ്രഗ്നന്റ് ആണെന്ന് മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. കാരണം നമ്മുടെ വയറിങ്ങനെ സ്വല്പം വലുതായി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ടൈമില് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ കുട്ടിക്ക് ആദ്യം ഉണ്ടായിരുന്ന 3 മാസത്തിനെക്കാട്ടിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകും. അത് മാത്രമല്ല കുഞ്ഞിന്റെ വെയിറ്റ് ആദ്യത്തെ 3 മാസത്തിനെ അപേക്ഷിച്ച് ഇനിയുള്ള മാസങ്ങളിൽ പെട്ടെന്ന് കൂടുകയും ചെയ്യും. അപ്പൊ അതനുസരിച്ച് നല്ല രീതിക്ക് അമ്മമാര് നന്നായിട്ട് ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നോർമലി ഉണ്ടാകുന്നതിനെക്കാട്ടി നമുക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഇനിയുള്ള മാസങ്ങളിൽ 4 മുതൽ അങ്ങോട്ടുള്ള മാസങ്ങളിൽ നമുക്ക് വളരെ കൂടുതലായിരിക്കും. കാരണം വയറ് നമ്മുടെ വലുതാകുന്നതിനനുസരിച്ച് നമ്മുടെ യൂട്രസ് വലുതാകുകയാണ്. സോ നമുക്ക് അവിടെ യൂട്രസിൽ ഇങ്ങനെ കുട്ടിയുടെ ഗ്രോത്ത് ഉണ്ടാകുന്നതിനനുസരിച്ച് പ്രഷർ നമ്മൾ യൂട്രസ് കൊടുക്കുന്നത്, നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ കൊടുക്കുന്നത് മുഖേന നമുക്ക് യൂറിൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്കെല്ലാം യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അങ്ങനെ പോകണമെന്ന് പഠിച്ചിട്ട് വെള്ളം കുടിക്കാതിരിക്കില്ല. നന്നായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ യൂറിനറി ഇൻഫെക്ഷൻ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. സോ അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഒരു മിനിമം ഒരു 2 ലിറ്റർ വാട്ടർ എങ്കിലും നമ്മൾ ഒരു ദിവസം കുടിക്കണം. വെള്ളം കുടിക്കുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലത് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു ടൈമില് എന്താണ്, ബെഡ് റെസ്റ്റ് പറയാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ല. അത്യാവശ്യം ചെറിയ ജോലികളൊക്കെ ചെയ്യാം. ഡോക്ടറിനോട് ചോദിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ എക്സസൈസുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. കുറച്ചു നേരം നടക്കുന്നതൊക്കെ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പിന്നെ എന്താണ്, ഭാരം കൂടിയ വസ്തുക്കളൊന്നും അധികം എടുക്കാതിരിക്കുക. അപ്പൊ നോർമലി കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്തെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്തു തുടങ്ങാം. കാരണം നമ്മൾക്ക് ഛർദിലൊക്കെ നിന്നിട്ടുണ്ട്, നമ്മൾ കുറച്ച് ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്തെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ കുഞ്ഞിനെ സംബന്ധിച്ച് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, കുഞ്ഞിന് നമുക്ക് പെട്ടെന്നാണ് ഈ ഒരു 3 മാസം കഴിയുമ്പം പെട്ടെന്ന് കുട്ടിക്ക് ഗ്രോത്ത് വരും. കാരണം ആദ്യം നമ്മൾ ഓരോ സ്കാനിങ്ങിൽ ചെയ്യുന്ന ഒരു വെയിറ്റ് ചേഞ്ചിനെക്കാട്ടിൽ കൂടുതൽ വെയിറ്റ് ചേഞ്ചസ് നമുക്ക് ഓരോ സ്കാനിങ്ങിലും ഇനി വരും മാസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതനുസരിച്ച് തന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുഞ്ഞിന് ഈ ഒരു ടൈമിൽ, ഈ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ, അതായത് 6-ാം മാസം ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഏകദേശം അവരുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും.
അപ്പം പിന്നെ ചെറിയ ചെറിയ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാൻ തുടങ്ങും. അപ്പൊ ഈ ടൈമിൽ അമ്മമാർക്ക് കാണുന്ന ഒരു പ്രശ്നം വെച്ചാൽ അമ്മമാർക്ക് വയറ് വെക്കുന്നതോടൊപ്പം തന്നെ വയറ് വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ പുക്കിൾ ഇങ്ങനെ പുറത്ത് തള്ളുന്ന പോലെ തോന്നും. തള്ളും. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ യൂട്രസ് വലുതാവുമ്പോൾ അനുസരിച്ച് നമ്മുടെ വയറ് ഇങ്ങനെ വലുതാവുമ്പോൾ നമ്മുടെ പുക്കിളിന്റെ ഭാഗം കുറച്ച് പുറത്തോട്ട് വരുന്നതാണ്. അത് കോമൺലി എല്ലാവർക്കും കാണുന്ന ഒരു കാര്യം തന്നെയാണ്. ചിലർക്ക് സ്ട്രെച്ച് മാർക്കൊക്കെ വരും. കാരണം ഈ വയറ് ചൊറിച്ചിലൊക്കെ ചിലർക്ക് ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ഏറെക്കുറെ ചിലർക്കൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വയറിൽ ഇങ്ങനെ ചൊറിയുമ്പോൾ സ്ട്രെച്ച് മാർക്കൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും. സോ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്കിപ്പോ ഓൾറെഡി നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ക്രീമുകൾ, ലോഷനൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഡോക്ടറിനോട് ചോദിച്ചിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനോട് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അതിന്റെ മെഡിസിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെന്താണ് പറയുന്നത്, പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് വയറ്റിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ചിലർക്ക് ഡാർക്ക് ആയിട്ടുള്ള ലൈൻസ് ഒക്കെ കാണാം. അതൊന്നും പേടിക്കേണ്ട, താൽക്കാലികം മാത്രമാണ്. അതെല്ലാം പെട്ടെന്ന് തന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പെയ്യെ ആ കറുത്ത പാടുകളൊക്കെ മാറും. കഴുത്തിന് ചുറ്റുമുള്ള പാടുകൾ അതൊക്കെ എല്ലാവർക്കും കാണപ്പെടുന്നതാണ്. സോ അതിനെക്കുറിച്ച് ആലോചിച്ച് ബോധിടാവേണ്ട കാര്യമില്ല. അതൊക്കെ തന്നെ പെട്ടെന്ന് മാറും. പിന്നെ നമ്മൾ ഈ ഒരു മാസത്തില് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് മന്ത്ലി നമുക്ക് ചെക്കപ്പ് കാണും. പിന്നെ ടിൻസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2 വീക്ക് കൂടുമ്പോൾ ഡോക്ടർ ചെക്കപ്പിന് വിളിക്കും. അപ്പം സ്കാനിങ് കാണും. അല്ല നോർമൽ ആണെന്നുണ്ടെങ്കിൽ ആദ്യ സമയങ്ങളിലെക്കാട്ടിൽ കുറച്ചുകൂടെ ഒരു 1 മന്ത് ഗ്യാപ്പ് ഇട്ടായിരിക്കും സ്കാനിങ് ഒക്കെ പറയുന്നത്, നോർമൽ ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഏതൊക്കെ ടെസ്റ്റുകളാണ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ. ബ്ലഡ് ടെസ്റ്റുകൾ ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പം മേ ബി ഈ സമയത്ത് തൈറോയ്ഡ് ഇല്ലാത്തവർക്ക് ഒരു തൈറോയ്ഡ് വരുന്നവരുണ്ട്. ഷുഗർ ഇല്ലാത്തവർക്ക് ഷുഗർ വരുന്ന, പ്രഗ്നൻസി ടൈമിൽ ഷുഗർ വരുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൈറോയ്ഡ്, ഷുഗർ, BP ഹൈ ആവുന്നുണ്ട്, ലോ ആവുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പലരും ഫേസ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ഫുഡും അതേപോലെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുക. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, യൂറിൻ ടെസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ 5ാം മാസത്തിലെ മെയിൻ ആയിട്ടുള്ള സ്കാനിങ് ആണ് അനോമലി സ്കാനിങ് എന്ന് പറയുന്നത്. അത് എല്ലാവരും ചെയ്യും. എന്തിനാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മുടെ ബേബി, ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ഒരു 4-5 മന്ത് ആകുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികളുടെ എല്ലാ ഓർഗൻസും ഡെവലപ്ഡ് ആയിട്ടുണ്ടായിരിക്കും. അപ്പം ഈ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ, 5ാം മാസത്തിലെ അനോമലി ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബേബിയുടെ എല്ലാ ഇന്റേണൽ ഓർഗൻസും നമുക്ക് വിസിബിൾ ആയിരിക്കണം. ചില സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുമ്പം ചിലർക്ക് വിസിബിൾ മീൻസ് നന്നായിട്ട് കാണാൻ പറ്റും, റിപ്പീറ്റ് ഒക്കെ പറയുന്ന റെയർ കേസസ് ഉണ്ട്. ആ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. അപ്പൊ മെയിൻ സ്കാനിങ് 5ാം മാസത്തിലെ അനോമലി സ്കാനിങ് ആണ്. അത് നമ്മൾ ഓർത്തിരിക്കുക. ഹോസ്പിറ്റലിൽ എല്ലാവരും അത് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ കഴിക്കേണ്ട ഫുഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മൾ കഴിവതും ഫുള്ളി കുക്ക്ഡ് ആയിട്ട്, എന്ന് വെച്ചാൽ ഹാഫ് ബോയിൽഡ് ഫുഡ് കഴിക്കാതിരിക്കുക. ഫുള്ളി കുക്ക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ് തന്നെ നമ്മൾ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയായിരിക്കും. ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. അതേപോലെ തന്നെ വെജിറ്റബിൾസ്, ലീഫ്ലി വെജിറ്റബിൾസ്, അതായത് ഫൈബർ കണ്ടന്റ് ഉള്ള വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കാരണം നമുക്ക് ചിലപ്പോൾ ഈ സമയത്ത് മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ചിലർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുന്ന കൂടുതൽ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെയൊക്കെ മാറിക്കിട്ടും. പിന്നെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നട്ട്സ് എല്ലാം നമുക്ക് നന്നായിട്ട് കഴിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ടൈമില് ഷുഗറോ BP ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷുഗർ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എമൗണ്ട് കുറയ്ക്കുക. അതുപോലെ ഉപ്പിന്റെ, സോൾട്ടിന്റെ എമൗണ്ട് ഒക്കെ കുറച്ച് തന്നെ നമ്മൾ യൂസ് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് നമുക്ക് ഫുഡിന്റെ ചാർട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അഥവാ മേ ബി അറിയാത്തവരാണെങ്കിൽ ചോദിച്ചാൽ മതിയാവും, ഡോക്ടർ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. മീൻ കഴിക്കുന്നത് നല്ലതാണ്. ഫിഷ്, മുട്ടയൊക്കെ കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, മീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മെർക്കുറി കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ള മീനുകൾ കഴിവതും കഴിക്കാതിരിക്കുക. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമുക്ക് മെഡിസിൻസ്, അതായത് നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് കാൽസ്യം, അയൺ ടാബ്ലറ്റ് ഒക്കെ നമുക്ക് തരും. കഴിവതും അത് നമ്മൾ കഴിക്കണം, ഒരിക്കലും മുടക്കാൻ പാടില്ല. ചിലവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് 3 മാസം കഴിഞ്ഞ് 4ാം മാസം ആയാലും ചിലർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി കാണും. അപ്പൊ നമ്മൾ ഈ കാൽസ്യവും അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ചെറിയൊരു സ്മെല്ലുണ്ട്. നിങ്ങൾക്ക് കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള വോമിറ്റിംഗ് ടെൻഡൻസി ഉള്ളവർക്ക് ഒരുപക്ഷെ ഈ ഒരു ടാബ്ലറ്റ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരും. അപ്പം അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1-2 വീക്ക് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ട് 2 വീക്സ് കഴിഞ്ഞിട്ട് കഴിച്ചാലും മതിയാകും. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ടൈമിൽ
ഈ ഒരു കാൽസ്യം ടാബ്ലറ്റും അയൺ ടാബ്ലറ്റും നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. കാരണം കഴുത്ത് കറക്കുന്നൊക്കെ വേണ്ട ഓരോരുത്തരൊക്കെ ചിലവരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ കഴിവതും അങ്ങനെ ചെയ്യില്ല. ഇത് നമ്മൾ ഡെലിവറിയോട് ശേഷം ഇതെല്ലാം മാറി കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.